എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി തീയലിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് ചെയ്യുന്നത് പാവയ്ക്ക തീയലാണ്. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മീനൊക്കെ പൊതുവെ കുറവാണ്. അപ്പം നമുക്ക് നല്ലൊരു കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു കറി അങ്ങനെയുള്ളൊരു കറിയാണ്. നമ്മൾ ഇതിന് മുൻപേ കൊഞ്ച് തീയലും അതുപോലെ തന്നെ സാധാരണ തീയലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീയൽ പോലെ തന്നെയാണ് എങ്കിൽ കൂടി നമ്മൾ പാവയ്ക്ക ഇട്ടിട്ട് കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഈ ഒരു തീയൽ നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തീയൽ എപ്പോഴും തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളമൊന്നും തൊടാതെ അരച്ചിട്ടാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിലുള്ള തീയൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു തീയൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് ഈ ഒരു തീയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൻ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകത്തിന് പകരം നിങ്ങൾക്ക് ഉലുവയും എടുക്കാവുന്നതാണ്. ഉലുവയാണെന്നുണ്ടെങ്കിൽ ഒരു 12 എണ്ണം എടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു വറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതീയിലിട്ട് ഇടവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതെ നമ്മൾ ഇടുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ചെറു തീയിലിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും പകരം മുഴുവനെയുള്ള മുളകും അതുപോലെ തന്നെ മല്ലിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം 1 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലിയും അതുപോലെ തന്നെ 3-4-5 വറ്റൽ മുളകും ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇനി ഇതൊരു നല്ലൊരു ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് തന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഈ ഒരു തേങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിലിരുന്ന് കൂടുതൽ കറുത്തു പോകും. അപ്പോൾ നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് ചേർക്കുന്നത്. 10-12 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും നീളത്തിലരിഞ്ഞതും, അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പാവയ്ക്കയുടെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തീയൽ നിങ്ങൾ പാവയ്ക്ക കൊണ്ട് മാത്രമല്ല വെണ്ടയ്ക്ക അതുപോലെ തന്നെ സാധാരണ തീയലും തയ്യാറാക്കുന്നതാണ്. നമ്മളിതിന് മുൻപ് 2 ടൈപ്പിലുള്ള തീയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് തീയലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാവയ്ക്കയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം തൊടാതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തൊടാതെ അരച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയിൽ ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നിർത്തി അരച്ചെടുത്താൽ ഇതുപോലെ നല്ല മഷി പോലെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളം തൊടാതെ തന്നെ അരയ്ക്കുമ്പോഴാണ് ഈ ഒരു തീയലിന് നല്ല ടേസ്റ്റ് കിട്ടുക. വെള്ളം തൊട്ട് അരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു അരപ്പ് ഈ ഒരു മൂത്ത് വന്ന പാവയ്ക്കയിലേക്കും ഉള്ളിലേക്കും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഈ ഒരു കറിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഒരു അരപ്പ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തീയലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാവയ്ക്ക ഇങ്ങനെ നമ്മൾ വഴറ്റി തീയൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പുളിക്ക് പകരം നിങ്ങൾക്ക് തക്കാളിയും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച്
ഉരുളക്കിഴങ്ങൊന്ന് റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് റോസ്റ്റഡ് ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തീയൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തീയൽ തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി ഇത് കൂടാതെ ഞാനിതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഈ ഒരു തക്കാളി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഒരു തീയലിന് കിട്ടും. ഇനി ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും തക്കാളിയും ഈ ഒരു തീയലിൽ ഓപ്ഷണലാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇവിടെ മക്കൾക്ക് പൊട്ടാറ്റോ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ തീയൽ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. ഈ ഒരു തീയൽ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരും. അതുപോലെ ഈ ഒരു തീയൽ നമ്മൾ കടുക് വറക്കാറില്ല. നമ്മുടെ സൈഡിലോട്ട് അങ്ങനെ കടുക് വറക്കാറില്ല. കടുക് വറക്കാതെ തന്നെ ഇത് ടേസ്റ്റിയാണ്. ഓൾറെഡി ഇതിൽ തേങ്ങ വറുത്ത എണ്ണയാണ്. ഇനി വീണ്ടും ഇതിലേക്ക് കടുക് വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻ ഇല്ലെങ്കിലും ഈ ഒരു തീയൽ മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്